ശബരിമല സന്നിധാനത്തെ അന്തരീക്ഷം പോലെ മനം കവരുന്നതാണ് അവിടുത്തെ പായസനീതികളുടെ മധുരവും. ഉഷപൂജയ്ക്ക് ശേഷമുള്ള ഇടിച്ചു പിഴിഞ്ഞ പായസം മുതൽ ഹരിവരാസത്തിന് ശേഷം ലഭിക്കുന്ന പാനകം വരെയുള്ള സന്നിധാനത്തെ പായസ പരമ്പരയെ ഒന്ന് പരിചയപ്പെടാം. സമയം 7:30 സന്നിധാനത്ത് ഉഷപൂജ ചടങ്ങുകൾ പൂർത്തിയായി. ഇപ്പോൾ ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന്റെ സമയമാണ്. നമുക്ക് പെട്ടെന്ന് തിടപ്പള്ളിയുടെ ഭാഗത്തേക്ക് പോവാം, പായസം കുടിക്കാം. അപ്പോൾ ഇതാണ് ഇടിച്ചു പിഴിഞ്ഞ പായസം. നമുക്ക് ഗ്ലാസ് കിട്ടിയില്ല. ഇവിടുന്ന് എല്ലാവരും നെയ്ത്തേങ്ങ ഉടക്കുന്ന നെയ്ത്തോണിക്ക് സമീപത്ത് നിന്ന് നെയ്ത്തേങ്ങ എടുത്തിട്ട് അതിലാണ് സാധാരണ പായസം കുടിക്കുന്നത്. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇനി അടുത്ത പായസം. ഇടിച്ചു പിഴിഞ്ഞ പായസത്തിന് ശേഷം നമുക്കിപ്പോൾ പാൽപ്പായസം കിട്ടിയിരിക്കുകയാണ് തിടപ്പള്ളിയിൽ നിന്ന്. നമുക്ക് നോക്കാം. നല്ല സ്വാദുണ്ട്. എന്തായാലും പുറകെ ഇങ്ങനെ പായസങ്ങൾ നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. അടുത്ത പായസം ഏതാണെന്ന് നോക്കാം. ഇപ്പം സമയം 1 മണിയായി. ശബരിമലയിൽ ഉച്ചപൂജ കഴിഞ്ഞു. ഇനി സ്വാദിഷ്ടമായ അരവണയ്ക്കുള്ള സമയമാണ്. നമുക്ക് അരവണ കഴിക്കാം. ഉച്ചപൂജയ്ക്ക് ശേഷം അയ്യപ്പന് നേദിക്കുന്ന അരവണയാണ് ഇത്. സ്വാദിലും ഗുണനിലവാരത്തിലുമൊക്കെ ഏറ്റവും മികച്ച അരവണ തന്നെയാണ്. നമുക്ക് സാധാരണ ശബരിമലയിൽ നിന്ന് ലഭിക്കുന്ന ടിന്നരവണ പോലെയല്ല, ഒറിജിനൽ ക്വാളിറ്റി അരവണയാണ്. നമുക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് തിടപ്പള്ളിയിലെത്തിയാൽ സ്വാദിഷ്ടമായിട്ടുള്ള അരവണ കഴിച്ചു മടങ്ങാം. സമയം 6:30 മണി കഴിഞ്ഞു. സന്നിധാനത്ത് ദീപാരാധന ചടങ്ങുകളൊക്കെ പൂർത്തിയായി. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇനി നേരെ മാളികപ്പുറത്തേക്കാണ്. അവിടെ ഇപ്പോൾ ഭഗവതി സേവ തുടങ്ങി കാണും. ഭഗവതി സേവയ്ക്ക് ശേഷം നമുക്ക് അവിടുന്ന് ഒരു അടിപൊളി ഐറ്റം നമുക്ക് കിട്ടും. മാളികപ്പുറത്ത് ഭഗവതി സേവ പൂർത്തിയായിരിക്കുകയാണ്. നമുക്കിത് പ്രസാദം കിട്ടിയിട്ടുണ്ട്. നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ഇലയുടെയാണ് മാളികപ്പുറത്തെ പ്രസാദം. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത പായസത്തിലേക്ക് പോകാം. അപ്പോൾ ഹരിവരാസനം പാടി 11 മണിയായപ്പോൾ നട അടച്ചിരിക്കുകയാണ്. നമുക്കിത് പാനകം ലഭിച്ചിരിക്കുകയാണ്. ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല രുചികരമായിട്ടുള്ളൊരു പാനീയമാണ്. ചുക്കും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുള്ളൊരു മിശ്രിതമാണ്. പ്രത്യേകിച്ച് ശബരിമലയിലെ തണുത്ത കാലാവസ്ഥയ്ക്കും മറ്റു രോഗങ്ങളൊന്നും പിടിപെടാതിരിക്കാൻ ഏറ്റവും ഉത്തമമായിട്ടുള്ളൊരു ഔഷധം കൂടിയിട്ടാണ് ഇവിടുത്തെ പാനകം.
അപ്പോൾ ഇതൊക്കെയാണ് സന്നിധാനത്തെ പായസ വിശേഷങ്ങൾ. പായസം പോലെ തന്നെ മധുരമുള്ളതാണ് സന്നിധാനത്തെ ഓരോ നിമിഷവും ഓരോ ഓർമ്മകളും. ക്യാമറമാൻ അരുൺ ഹൂണികനൊപ്പം ഗോകുൽ രമേശ്, ന്യൂസ് മലയാളം, സന്നിധാനം.